Pamare, Katoi, Asafen, Amen. Hallelujah. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനോഹരമായ ഒരു നല്ല പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ ഹല്ലേലൂയ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃപാദമെടുത്തെങ്കിലായിരിക്കാം. ഹല്ലേലൂയ. പലരും വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് അടുത്ത് വേണ്ടപ്പെട്ട ഒരു വാത്സല്യ പിതാവ് ആമേൻ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ കുടുംബത്തെ ആമേൻ, ആ ഭവനത്തിലെ ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്തവരെ പോലെ അല്ലല്ലോ ഞാനും നിങ്ങളും. ആമേൻ. നമ്മുടെ ആമേൻ കർത്താവിൻ്റെ ആ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ വിശുദ്ധിയോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിലും നന്ദിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട. കാലുകാലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ രാത്രിയിലെ സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹൃദയം നിറഞ്ഞ ആമേൻ സ്നേഹത്തോടെ ആമേൻ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ നിങ്ങൾ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ ദൈവം ഒരുക്കിയ ആമേൻ നല്ല അവസരത്തെ സന്തോഷമായി കരുതുന്നവർ നന്ദിയോടെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ഇത് യാദർശികമല്ല. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അർദ്ധരാത്രി ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. ആരോടും പറയുവാൻ കഴിയാത്ത വേദന, ഒരുപക്ഷെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന രാത്രികൾ. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ, ആമേൻ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. എന്നാൽ ഇന്നത്തെ ദൈവവചനം നമ്മോട് പറയുന്നത് അർദ്ധരാത്രിയിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അങ്ങനെ വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഹല്ലേലൂയ ഉലാവുകയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഓ ശരഗബബ ശാന്തരാധനാദികൾ കമനഗദനഗസ് ഓ റകബബബ ശാന്തിരേഖിനേസെ. ഹല്ലേലൂയ. 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ ശരഗബബബ ശാന്തരാധരാധരാധരാധര. ഹല്ലേലൂയ. അർദ്ധരാത്രി പോലും ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ആമേൻ. പൗലോസും സീലാസും തടവറയിലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവർ പരാതിപ്പെട്ടില്ല. ആമേൻ. അവർ ആമേൻ സ്തുതിച്ചു, അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ഹല്ലേലൂയ ഭൂകമ്പം അയച്ചു, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്നും അതേ ദൈവം ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ശക്തനായവൻ. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കൂ. ആരാധനയിൽ യേശുവിനെ മഹത്വപ്പെടുത്തൂ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കൂ. ഇന്നത്തെ രാത്രി ചിലരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ചിലരുടെ വീടുകളിൽ സമാധാനം മടങ്ങി വരും. ചിലരുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ പ്രഭാതം ഉദിക്കും. ഹല്ലേലൂയ. വരൂ, മനസ്സോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലും സ്തുതിച്ചിടൂ. ഹല്ലേലൂയ. ആമേൻ. ആശ്രയമൻ യേശുവേ, കണ്ണുനീരിലും പാടിടും ഞാൻ കൈവിടാത്ത നാഥനെ. ചങ്ങലകൾ നീ പൊട്ടിച്ചിടും, അടഞ്ഞ വാതിൽ തുറന്നിടും. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, എന്റെ ഹൃദയം നിറച്ചിട. യേശുവേ, നീ എൻ വെളിച്ചം,
ഇരുളെല്ലാം നീക്കിടുമേ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. ഹല്ലേലൂയ. സ്തുതി ഉയർത്തും സർവകാലം, മഹത്വമെല്ലാം നിനക്കെന്നും. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നീയേ മതി. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ചേർന്ന് പാടാം. വർക്കരാത്തിലും സ്തുതിച്ചിടും ആശ്രയമെൻ യേശുവേ. കണ്ണുനീരിലും പാടിടും ഞാൻ കൈവിടാത്ത നാഥനേ. ചങ്ങലകൾ നീ പൊട്ടിച്ചിടും, അടഞ്ഞ വാതിൽ തുറന്നിടും. പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ. എൻ ഹൃദയം നിറച്ചിടാ. യേശുവേ നീയേ എൻ വെളിച്ചം, ഇരുളെല്ലാം നീക്കിടുമേ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. സ്തുതിയുയർത്തും സർവകാലം, മഹത്വമെല്ലാം നിനക്കെന്നും. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നീയേ മതി, യേശുവേ നീയേ മതി, യേശുവേ നീയേ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പറയും, പേര് പറയും, യേശുവേ നീ മതി എനിക്ക്, യേശുവേ നീയേ മതി എനിക്ക്. ഹല്ലേലൂയ. ആമേൻ. നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. ഹല്ലേലൂയ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ. ആമേൻ. ആ ചങ്കത്ത് കൈവച്ചൊന്ന് പറ, യേശുവേ യേശുവേ ഇരുടെല്ലാം നീക്കിടുമെൻ. യേശുവേ നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. ഹല്ലേലൂയ. സർവകാലം മഹത്വമെല്ലാം ആമേൻ നിനക്കെന്നും. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിങ്കലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ആമേൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെ കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ
പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമാകത്തക്ക നിലയിൽ ആമേൻ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവം നൽകിയിരിക്കുന്ന ചിന്ത പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി ആമേൻ നിങ്ങൾ ആമേൻ ഇതിൽ കമന്റ് ചെയ്യുമെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി ആമേൻ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ആമേൻ നിങ്ങൾ ആമേൻ ഈ ആമേൻ കൂട്ടായ്മ അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ആമേൻ നിങ്ങൾ ആമേൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ചിന്തിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ആമേൻ 4 പേരടങ്ങുന്ന ഒരു കുടുംബം ഹല്ലേലൂയ സാമ്പത്തികമായ വളരെ പ്രതിസന്ധി ആമേൻ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ രാത്രിയിൽ ആമേൻ ഭാര്യയും ഭർത്താവും ആമേൻ മക്കളും അടങ്ങുന്ന ആ കുടുംബം ആമേൻ അതേ കൃഷിക്ക് തളിക്കുന്ന ആ വിഷം വാങ്ങിച്ച് അത് മദ്യത്തിലും ആമേൻ അതേ ദാഹം ശമിപ്പിക്കുന്ന പാനീയത്തിലും ആമേൻ കലർത്തി ആമേൻ കുടിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ നേരെ പുലർന്നപ്പോൾ ആമേൻ സഹോദരൻ വന്ന് മുട്ടി വിളിച്ചപ്പോൾ ഡോറ് തുറന്നില്ല. ആമേൻ അയൽവക്കംകാരെ കൂട്ടി ആമേൻ ഡോറ് തുറന്നപ്പോൾ ഇതാ മരണത്തെ മുഖാമുഖമായി കണ്ടുകിടക്കുന്നു. ആമേൻ നാം കണ്ടല്ലോ, നാം വായിച്ചല്ലോ, നാം അറിഞ്ഞല്ലോ. ആമേൻ ആ മകൾ ആദ്യം ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. ആമേൻ തൊട്ടടുത്ത നിമിഷം ആമേൻ തന്നെ നൊന്ത് പ്രസവിച്ച ആ മാതാവ് യാത്രയായി. ഹല്ലേലൂയ ആ മകളും ആ മാതാവും ആമേൻ യാത്രയായ അതേ വഴിയിലേക്ക് ആമേൻ വൈകുന്നേരമാകുന്നതിന് മുമ്പ് ആ അച്ഛൻ അല്ലെങ്കിൽ ആ ഭർത്താവ് ആ സഹോദരൻ ആമേൻ യാത്രയായി. ഹല്ലേലൂയ ആമേൻ ഇനി ആ മകൻ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നോക്കിക്കേ എത്രയോ കുടുംബങ്ങളിലാണ് ആമേൻ സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകുന്നത്. അവരുടെ സങ്കടങ്ങളെ മനസ്സിലാക്കുവാൻ, അവരെ കൈപിടിച്ച് ഒന്ന് ആമേൻ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാൻ ആരും ഇല്ല എന്ന ചിന്ത ആമേൻ അവരെ ഭരിച്ച് ആമേൻ അവരുടെ സങ്കടങ്ങൾ ആമേൻ അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. പ്രിയരെ ആമേൻ പണമുണ്ടെങ്കിലും പ്രതാപമുണ്ടെങ്കിലും ബന്ധങ്ങളും സ്വന്തങ്ങളും ഉണ്ടെങ്കിലും ഉറ്റവരും ഉടയവരും ഉണ്ടെങ്കിലും വ്യക്തിപരമായി അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് ആമേൻ അതേ പുറത്ത് ആമേൻ അതേ വരുവാൻ കഴിയാതെ പലരും ആ പ്രശ്നത്തിനകത്ത് ആ പ്രതികൂലത്തിനകത്ത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു പക്ഷേ ഈ അർദ്ധരാത്രിയുടെ ഇരുളിന്റെ മറവിൽ ആമേൻ ഒരാത്മാവ് നശിച്ചു പോകാതിരിപ്പാൻ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന് സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. അവൻ ഇന്ന് രാത്രി അവൻ നിന്നെ സ്വാധീനിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം ഹല്ലേലൂയ അവരെയും രക്ഷിപ്പാൻ മതിയായവനാണ്. അതുകൊണ്ട് ഒരു ഷെയർ മതി ആമേൻ ഒരാത്മാവ് രക്ഷപ്പെടാൻ. ഹല്ലേലൂയ. സ്നേഹതീര പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 27/2026 ആമേൻ തിങ്കളാഴ്ച രാത്രി. ഹല്ലേലൂയ 2026 201 ആമേൻ അതേ ദിവസത്തിന്റെ രാത്രിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ഈ വർഷത്തിന്റെ പകുതിയിലധികം ആമേൻ നാം ജീവിച്ചു. ഹല്ലേലൂയ ജീവനോടെ ഇരിക്കുവാൻ ആമേൻ നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ ഇരുളിന്റെ മറവിൽ ആമേൻ അതേ അനേകരെ തകർക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ
ആത്മാക്കൾ ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്നെ തകർക്കാതെ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന, നിന്റെ തലമുറയെ സംരക്ഷിക്കുന്ന, നിന്റെ കൂടപ്പിറപ്പിനെ സംരക്ഷിക്കുന്ന ആ ദൈവ സാന്നിധ്യം, ആ ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ആമേൻ വിശ്വസിക്കുന്ന ജീവിതങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഹല്ലേലൂയ ആമേൻ 16-ാം അധ്യായം ഹല്ലേലൂയ നാം ചിന്തിക്കുവാൻ പോകുന്നത് അതിന്റെ 6 മുതൽ ആമേൻ 15 വരെയുള്ള വേദഭാഗങ്ങൾ. ആമേൻ അതിന്റെ പ്രാരംഭം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഗലാത്യ ദേശത്തിലും സഞ്ചരിച്ചു. മൂസയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. നോക്കണേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ഇന്ന് രാത്രി ആമേൻ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, ആമേൻ ഉപവസിക്കും, ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നിട്ടും ചില വാതിലുകൾ തുറക്കില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ ഞാൻ എന്ത് ആണ് തെറ്റ് ചെയ്തത്? എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 16 നമ്മെ പഠിപ്പിക്കുന്നത് ആമേൻ അത്ഭുതകരമായ ഒരു സത്യമാണ്. അടഞ്ഞ വാതിലുകൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ നിരസനമല്ല. പലപ്പോഴും അത് ദൈവത്തിന്റെ പുതിയ വഴി ആമേൻ തുറക്കപ്പെടുവാനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരെ തൊട്ടൊന്ന് പറ, ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ചില വാതിലുകൾ ആമേൻ അടയപ്പെട്ടത്, തുറക്കപ്പെടാതിരുന്നത് ആമേൻ ദൈവം നമ്മെ കൈവിട്ടത് കൊണ്ടല്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, ആമേൻ പുതുവഴി തുറക്കപ്പെടാനാ. ഹല്ലേലൂയ. പലപ്പോഴും അത് ദൈവത്തിന്റെ പുതിയ ആമേൻ വഴിയാണ്, പുതിയ പദ്ധതിയാണ്, പുതിയ ദിശയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തടഞ്ഞ വഴി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പല യാത്രകളും നമ്മൾ പ്ലാൻ ചെയ്യും. ആമേൻ. പല പദ്ധതികളും നമ്മൾ പ്ലാൻ ചെയ്യും. ഹല്ലേലൂയ. പല പരിപാടികളും നാം പ്ലാൻ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും അതിന്റെ മുമ്പിൽ ചില തടസ്സങ്ങൾ ആമേൻ വരുമ്പോൾ നാം ചോദിക്കാറുണ്ട്, കർത്താവേ എന്തുകൊണ്ട്? ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചതാണല്ലോ, ഞാൻ വളരെ പ്ലാനോട് കൂടെ ആണല്ലോ ഈ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പൗലോസിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ, ആമേൻ യാത്രയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വഴി അടയ്ക്കുവാനിടയായി, വഴി തടയുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. അതെ, പൗലോസ് സുവിശേഷം പ്രസംഗിക്കാനാണ് യാത്ര ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. കൊലപാതകം നടത്താനോ, ആരെയെങ്കിലും പിടിച്ചു പറിക്കുവാനോ, ആരെയെങ്കിലും പരദൂഷണം പറയുവാനോ, ആരെയെങ്കിലും ആമേൻ കളങ്കപ്പെടുത്തുവാനോ, അല്ലെങ്കിൽ ആരെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാനോ ആയിരുന്നില്ല ആമേൻ പൗലോസ് യാത്ര ചെയ്തത്. പൗലോസ് യാത്ര ചെയ്തത് ആമേൻ സുവിശേഷം പ്രസംഗിക്കാനാണ്. ഹല്ലേലൂയ. ആമേൻ തെറ്റായ കാര്യമൊന്നുമല്ല ആമേൻ പൗലോസ് ആമേൻ ചെയ്യുവാനായി പോകുന്നത്. ആമേൻ നശിക്കുന്ന ആത്മാക്കളെ ആമേൻ നേടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പൗലോസ് യാത്ര ആരംഭിച്ചത്. പക്ഷേ
ആ യാത്രയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വഴി തടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ, സുവിശേഷം പ്രസംഗിക്കാൻ യാത്ര ചെയ്ത ആമേൻ പൗലോസിന്റെ യാത്ര തെറ്റായ കാര്യമൊന്നുമില്ലാഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് അവനെ ചില സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ സമയത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ഹല്ലേലൂയ. മനസ്സിലായവർ ഉണ്ടെങ്കിൽ ആമേൻ ആ കരമുയർത്തി ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്ന് ഒന്ന് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നീ ഇറങ്ങിയത്. ആമേൻ, നിന്റെ മക്കള് നല്ല കാര്യത്തിന് വേണ്ടിയാ അയക്കുന്നത്. ആമേൻ, നീ കുടുംബമായി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയാ. പക്ഷേ അതിന്റെ മുമ്പിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി തടയുന്നുണ്ടെങ്കിൽ ആമേൻ, നീ ഭാരപ്പെടരുത്, നീ സങ്കടപ്പെടരുത്, നീ പിറുപിറുക്കരുത്. കാരണം അതിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാൻ, ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സമയത്തിനനുസരിച്ച് അവൻ മുമ്പോട്ട് പോകുവാൻ ദൈവം പൗലോസിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവന്റെ യാത്രയെ തടയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഹിതം എന്നത് നല്ല കാര്യം ചെയ്യുക മാത്രമല്ല, ദൈവം പറയുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ദൈവം അമ്മൻ പറയുന്ന സ്ഥലത്ത് ചെയ്യുക എന്നതാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആമേൻ ആ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ദൈവഹിതം എന്നത് നല്ല കാര്യം ചെയ്യുക മാത്രമല്ല, ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന സ്ഥലത്ത് ചെയ്യുക എന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. മക്കെദോന്യക്കാരന്റെ വിളി. ആമേൻ. രാത്രിയിൽ പൗലോസ് ഒരു ദർശനം കണ്ടു. ആമേൻ. എന്തായിരുന്നു ദർശനം? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് അപേക്ഷിക്കുന്നു, ആമേൻ, മക്കെദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരു വാതിലടച്ചപ്പോൾ അതിലും വലിയ ഒരു വാതിൽ തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിച്ചില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച അവസരം നഷ്ടപ്പെട്ടിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച വഴി അടഞ്ഞു പോയിരിക്കാം. നിരാശപ്പെടരുത്. ഹല്ലേലൂയ. ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ അവന്റെ പദ്ധതിയിൽ മറ്റൊരു വാതിൽ തയ്യാറായിരിക്കും. ആമേൻ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനം ഓ നന്ദിയോടെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും പ്രതീക്ഷിച്ചിട്ട്, ഇത്രയും ആഗ്രഹിച്ചിട്ട് ആമേൻ നടന്നില്ലല്ലോ, ലഭിച്ചില്ലല്ലോ, ആമേൻ കൈവിട്ടു പോയല്ലോ, അടഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് അവൻ ഒതുങ്ങിപ്പോകുവാനല്ല സ്വർഗം നിന്നെ ഇതുവരെ എത്തിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ അവന്റെ പദ്ധതി മറ്റൊരു വാതിൽ അവൻ തയ്യാറായിരിക്കും. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്തായിരിക്കുന്ന ആമേൻ ഏതോ ജീവിതത്തോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നീ നിരാശപ്പെടരുത്. ആമേൻ. നീ ഭാരപ്പെടരുത്. ആമേൻ. ഇന്ന് നിന്റെ മുമ്പിൽ ആമേൻ നീ പ്രതീക്ഷിച്ച ആ വഴി അടഞ്ഞതായിരിക്കുന്നുവെങ്കിൽ, നീ മുട്ടിയ വാതിലുകൾ അടയപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ, ഹല്ലേലൂയ,
അവസരം നഷ്ടപ്പെട്ടു. ആമേൻ. ആഗ്രഹിച്ച വഴി അടഞ്ഞുപോയി, പ്രതീക്ഷിച്ച അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സ്വർഗം നിന്നെ നോക്കി പറയുന്നു, ആമേൻ, നിനക്ക് വേണ്ടി അവന്റെ പദ്ധതിയിൽ മറ്റൊരു വാതിൽ തയ്യാറായിട്ടുണ്ട്. ആമേൻ. അത് തുറക്കപ്പെടുന്ന രാത്രി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഓ കരമടിച്ചു നന്ദിയോടെ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വഴി അടയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, നിനക്ക് വേണ്ടി പുതുവഴി തുറക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഓ ശരഗബനഗ സംതരാധന ജുഡബബബബ റിഗബനഗദുരി ദിഗൽകബനഗദരഗ അത്തുരി ദിഗൽകബനഗദരഗ. ഹല്ലേലൂയ. ആമേൻ. ലുദിയയുടെ ജീവിതം. ആമേൻ. പൗലോസ് ഫിലിപ്പിയിലെത്തി. ആമേൻ. അവിടെ ഒരു വലിയ ആമേൻ സ്റ്റേഡിയമോ വലിയ ആരാധന ആലയമോ ഉണ്ടായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം പ്രിയരെ. ആമേൻ. പരിശുദ്ധാത്മാവ് വഴി തടഞ്ഞിട്ട് ആമേൻ മറ്റൊരു വഴി ആമേൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തുറന്നു കൊടുത്തപ്പോൾ ആമേൻ പൗലോസ് എത്തപ്പെട്ടത് വലിയ ഒരു ആമേൻ സ്റ്റേഡിയത്തിനകത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ വലിയ ഒരു ആരാധന ആലയത്തിലെത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ഇടപെടുകയാ. ആമേൻ. നിന്റെ ജീവിത യാത്രയിൽ ചില വഴി അടഞ്ഞു. ആമേൻ. നീ പ്രതീക്ഷിച്ചതുപോലെ പോകുവാൻ കഴിയാതെ ആമേൻ അതെ ആമേൻ ആമേൻ ഏതിലോ അകപ്പെട്ടു പോയി എന്ന് തോന്നുന്ന വിധത്തിൽ ആമേൻ നിന്റെ മുമ്പോട്ടുള്ള ഗമനത്തെ തടഞ്ഞു നിർത്തി ആമേൻ നിന്നെ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി തിരിച്ച ആ ദൈവത്തിന്റെ തിരിവ് ആമേൻ എങ്ങോട്ടായിരുന്നു? ആമേൻ സ്റ്റേഡിയത്തിലേക്കായിരുന്നില്ല. ആമേൻ ആരാധന ആലയത്തിലേക്കായിരുന്നില്ല. ആമേൻ ഒരു നദിക്കരയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില സ്ത്രീകൾ മാത്രമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ. സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ജനത്തിന്റെ മധ്യത്തിലേക്ക് അയക്കാതെ ആമേൻ ഏതോ വലിയ ചർച്ചിനകത്തേക്ക് അയക്കാതെ ആമേൻ പുഴയോരം തിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് ഹല്ലേലൂയ അവരിൽ ഒരാളായിരുന്നു ലുദിയ. ബൈബിൾ പറയുന്നു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആമേൻ. പൗലോസിന്റെ യാത്രയെ ക്യാൻസൽ ചെയ്ത വഴി തടഞ്ഞ് ഒരു വ്യക്തിക്ക് വേണ്ടി തിരിച്ചുവിട്ട ആ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ സഞ്ചരിക്കാൻ സമർപ്പിക്കപ്പെട്ട പൗലോസിലൂടെ ആ കുടുംബം നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ടതുപോലെ ഇന്ന് രാത്രി നിന്നിലൂടെ ചില കുടുംബങ്ങളെ തിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ചില ജീവിതങ്ങളെ തിരിക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വഴി തടയപ്പെട്ടത്, വഴി അടയപ്പെട്ടത് ആമേൻ നിന്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമായി ആമേൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിന്നത് ആമേൻ എന്തിനാണെന്നറിയാമോ? നശിച്ചു പോകാതെ ആമേൻ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ നിത്യതയ്ക്ക് വേണ്ടി തിരിക്കുവാനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ. ആദ്യം തുറന്നത് നഗരത്തിന്റെ വാതിലല്ല. ആമേൻ ഒരു ഹൃദയമാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടുകൂടെ, കർത്താവിന് വേണ്ടി ദർശനത്തോടെ, കർത്താവിന് വേണ്ടി ആമേൻ ലോകത്തിലുള്ളത് ചപ്പന്നും ചവറന്നും വേണ്ടി ആമേൻ ക്രിസ്തുയേശുവിലുള്ള പരമവിളിയുടെ നാക്കിലേക്ക് ഓടുന്ന പൗലോസിന്
തുറക്കപ്പെട്ടത് ആദ്യം പട്ടണമല്ലായിരുന്നു, ചർച്ചല്ലായിരുന്നു. അവന്റെ യാത്രയിൽ വഴി നടന്ന് പരിശുദ്ധാത്മാവ് ദൈവിക പദ്ധതിയുടെ ഭാഗമായി തുറന്നു കൊടുത്തത് ലുദിയയുടെ ഹൃദയമായിരുന്നു. ആദ്യം തുറന്നത് നഗരത്തിന്റെ വാതിലല്ല, ഒരു ഹൃദയമാണ്. ആമേൻ. ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഒരു ഹൃദയം തുറക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും വലിയ അത്ഭുതം ഒരു ഹൃദയം തുറക്കുന്നതാണ്. ആമേൻ. ഇന്നത്തെ ആമേൻ ഒരു ചോദ്യം, ആമേൻ, നമ്മുടെ ഹൃദയം യേശുവിനായി തുറന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇപ്പോഴും അഹങ്കാരവും പാപവും ക്ഷമയില്ലായ്മയും നിറഞ്ഞതാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളികളായിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഹൃദയം ആമേൻ യേശുവിനായി തുറന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും അഹങ്കാരവും പാപവും ക്ഷമയില്ലായ്മയും നിറഞ്ഞതാണോ? ഇന്ന് കർത്താവ് ആദ്യം തുറക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഹൃദയം തുറക്കുമ്പോൾ ജീവിതത്തിന്റെ വാതിലുകളും ദൈവം തുറക്കും. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. നിങ്ങൾ കാഴ്ചക്കാരെ പോലിരിക്കാതെ, നിങ്ങൾ കേൾവിക്കാരെ പോലിരിക്കാതെ, ആമേൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സകല ഹൃദയങ്ങളെയും അറിയുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ മുട്ടി ആമേൻ നിങ്ങൾ തുറന്നു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരാശ മാറുമാറ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുവെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടപെടുമ്പോ അടയപ്പെട്ട മേഖലകള് അവൻ പുതുവഴി തുറക്കപ്പെട്ട് അതുവഴി സഞ്ചരിച്ച് ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം അവൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകി നിങ്ങളുടെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യ കാലുകളാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയമാണ് ഹല്ലേലൂയ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹൃദയം തുറക്കുമ്പോൾ ജീവിതത്തിന്റെ വാതിലുകളും ദൈവം തുറക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. 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 ആമേൻ. നിങ്ങൾ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ, ആമേൻ എന്ന് കമന്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്വർഗ്ഗം അത് കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രായോഗികമായിട്ട് ആമേൻ ഈ വേദഭാഗത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം, പ്രിയ സഹോദര, ആമേൻ, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞേ, പ്രിയ അഭിഷക്തരെ, ഇന്ന് അടഞ്ഞ വാതിലുകളെ നോക്കി കരയരുത്. പകരം ദൈവത്തോട് ചോദിക്കൂ, കർത്താവേ, അങ്ങ് എനിക്ക് തുറക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ വാതിലാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, നഷ്ടമെന്ന് കരുതിയത് ദൈവത്തിന്റെ നടത്തിപ്പായിരുന്നു. കാലതാമസമെന്ന് കരുതിയത് ദൈവത്തിന്റെ ഒരുക്കമായിരുന്നു. അടഞ്ഞ വാതിലെന്ന് കരുതിയത് ഒരു പുതിയ അനുഗ്രഹത്തിലേക്കുള്ള വഴിത്തിരിവായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു കാര്യം മാത്രം ഓർക്കുക, ദൈവം അടയ്ക്കുന്ന വാതിൽ
മനുഷ്യന് തുറക്കുവാൻ കഴിയില്ല. ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യന് അടയ്ക്കുവാനും കഴിയില്ല. Praise the Lord. അതിനാൽ സാഹചര്യങ്ങളെ നോക്കാതെ വാതിലുകളെ തുറക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് അർദ്ധരാത്രിയിലെ സ്തുതി എങ്ങനെ തറവറയുടെ വാതിൽകൾ തുറന്നുവെന്ന. ഹല്ലേലൂയ, ആമേൻ. ഈ രാത്രിയില് ആമേൻ ഉറങ്ങാൻ നല്ല സുഖമാണ്. ഉറക്കം വരാത്തവർ ഉറക്ക ഗുളിക കഴിച്ചുറങ്ങും. അല്ലാത്തവര് ലഹരി ആമേൻ കഴിച്ചുറങ്ങും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയണോ ആമേൻ, നമ്മുടെ ജില്ലയില്, നമ്മുടെ അടുത്ത ജില്ലയില് ആമേൻ ഇന്നലെ ഒരു കുടുംബം അർദ്ധരാത്രിയില് ആമേൻ വിഷം കഴിച്ചു. നിങ്ങൾ അറിഞ്ഞോ? ആമേൻ. ഇന്ന് പകൽ ആമേൻ ആ കുടുംബത്തിലെ 3 വ്യക്തികൾ മരണപ്പെട്ടു. എന്താ കാരണം? കടബാധ്യത. ഹല്ലേലൂയ. പ്രിയരേ, സാഹചര്യങ്ങളെ നോക്കാതെ വാതിലുകളെ തുറക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. ആമേൻ. അർദ്ധരാത്രിയിൽ ആമേൻ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തയ്യാറെങ്കിൽ തടവറയുടെ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. പ്രിയരേ, എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ആമേൻ ഇനി എന്തിന് ജീവിക്കുന്നു, ആമേൻ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ആമേൻ ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ആമേൻ കടന്നുപോയപ്പോഴും ആമേൻ തകർന്നു പോകാതെ, ആമേൻ സ്വയം ജീവിതം അവസാനിപ്പിക്കാതെ നിലനിൽക്കുവാൻ ഇടയായി തീർന്നത് അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നോ ഇന്നലെ ആരംഭിച്ചതല്ല. ആമേൻ. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആമേൻ 17-18 വയസ്സ് പ്രായമുള്ള സമയത്ത് ദൈവവചനം പഠിക്കുവാൻ ദൈവം എന്നെ വശീകരിച്ച് കൊണ്ടുപോയ സമയം മുതൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അതെ, എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും ഹല്ലേലൂയ, ആമേൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അഭ്യസിപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ആമേൻ എല്ലാവരും ആമേൻ തകരുമ്പോഴും തകരാതെ നിൽക്കുവാൻ എന്നെ ശക്തീകരിക്കുന്ന അഭിഷേകം ആമേൻ ഇന്ന് രാത്രി ആമേൻ നിങ്ങളെയും ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ അതേ ശക്തിയുള്ളതാകയാൽ ആമേൻ, അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ, അതേ ഈ ലോക ജീവിത യാത്രയിൽ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ തകർന്നു പോകാതിരുന്നത് അർദ്ധരാത്രിയിലെ സ്തുതിയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം ആമേൻ 16 മുതൽ 34 വരെയുള്ള വേദഭാഗമാണ് ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതേ ആദ്യത്തെ ഭാഗം നാം ചിന്തിച്ചു. ഹല്ലേലൂയ, ഇനി രണ്ടാം ഭാഗം നാം ചിന്തിക്കാൻ പോകുകയാണ്. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സുവിശേഷ പ്രഘോഷണവുമായി ആമേൻ ആത്മാക്കളെ നേടുവാൻ ആമേൻ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ആമേൻ വഴി തടയപ്പെട്ടു. ഹല്ലേലൂയ, എന്തിനു വേണ്ടി? ആമേൻ ദൈവം അയക്കുന്നെടുത്ത് ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആമേൻ ചെന്ന് ആമേൻ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ, നമ്മുടെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ആമേൻ, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ചങ്കല് ചോര ഊറ്റി തന്ന നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ വേർതിരിച്ച ആമേൻ സർവശക്തനായ ദൈവത്തിന് എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച്, എന്റെയും നിങ്ങളുടെയും തലമുറയെ കുറിച്ച്, എന്റെയും നിന്റെയും ജീവിത പങ്കാളികളെ കുറിച്ച്, എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ആ പദ്ധതിയിലൂടെ സഞ്ചരിക്കുവാൻ ആമേൻ ചില പദ്ധതികളെ തമ്പുരാൻ
പൊളിക്കോ. ആമേൻ. ചില പദ്ധതികളെ തമ്പുരാൻ തടയോ, ചില പദ്ധതികളെ തമ്പുരാൻ അവസാനിപ്പിക്കോ. എന്തിനാണെന്നറിയാമോ? തകർക്കാനല്ല, നശിപ്പിക്കാനല്ല. തമ്പുരാന്റെ പദ്ധതിയിലൂടെ സഞ്ചരിച്ച് അനേകരെ നിത്യതയ്ക്ക് ഉരുവാക്കുവാൻ. ഹല്ലേലൂയ. വായിച്ചാട്ട്. ആമേൻ. 16:16. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ആ വെളിച്ചപ്പാടത്തിക്കാരിയായ ഒരു സ്ത്രീ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് ദൈവഹിതം ചെയ്തു. ആമേൻ. ദൈവത്തിന്റെ ഹിതമായിരുന്നു. ആമേൻ. ആർക്കൊക്കെയോ ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആമേൻ അടിമ പെൺകുട്ടിയെ വിടുവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. നാളുകളായി ആർക്കൊക്കെയോ അടിമപ്പണി ചെയ്ത് ആമേൻ ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടിമ പെൺകുട്ടിയെ വിടുവിക്കുക, നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ ഹിതമായിരുന്നു. ആമേൻ. അത് ചെയ്യുവാൻ ഹല്ലേലൂയ പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. ആമേൻ. വിടുതൽ ലഭിച്ചു. ആ വെളിച്ചപ്പാടത്തിക്കാരിയായി ലക്ഷണം പറഞ്ഞുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ആ പൈശാചിക ആ വ്യാപാരത്തിനകത്ത് നിന്ന് ആമേൻ വിടുതൽ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, പൗലോസിന്റെ യാത്രയെ തടഞ്ഞത്, ആമേൻ, പൗലോസിന്റെ പദ്ധതിയെ പൊളിച്ചത്, പൗലോസിന്റെ ആമേൻ അതേ പദ്ധതി പ്രകാരം പോകാതെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പോകുവാൻ ദൈവം അവനെ തിരിച്ചു വിട്ടപ്പോൾ ഒരു നിധിയെ കുടുംബവും അവൻ വിടുവിക്കപ്പെട്ടു. ഇതാ ഒരു വെളിച്ചപ്പാടത്തിക്കാരിയായി ലക്ഷണം പറഞ്ഞുകൊണ്ടിരുന്ന അവൻ ഒരു ബാല്യക്കാരി പെൺകുട്ടി ആ പൈശാചിക വ്യാപാരത്തിനകത്ത് നിന്ന് വിടുതൽ പ്രാപിച്ചു. നാം വിചാരിക്കും ഇനി എല്ലാവരും സന്തോഷിക്കുമല്ലോ. ഹല്ലേലൂയ. അല്ലേ? പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ ആമേൻ ഒരു ലുദിയ കുടുംബവും ആമേൻ ആ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഒരു വെളിച്ചപ്പാടത്തിക്കാരി ആമേൻ വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇനി സന്തോഷിക്കാമല്ലേ? പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഹല്ലേലൂയ. ആമേൻ. അതേ വിടുതൽ ലഭിച്ചപ്പോൾ ചിലരുടെ ലാഭം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദൈവഹിതം വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം നടക്കുമ്പോൾ ചിലരുടെ ലാഭം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചില ഹൃദയങ്ങൾ പാപം ഉപേക്ഷിച്ച് ആമേൻ പാപപ്രവർത്തികൾ ആമേൻ വേണ്ട എന്ന് വെച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോ ചിലരുടെ വരുമാന മാർഗം ആമേൻ ഇല്ലാതാകും. അതെങ്ങനെയാ? പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് മദ്യം കഴിക്കുന്ന ആമേൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആമേൻ അശ്ലീലമായ കാര്യങ്ങളുടെ പുറകെ പോകുന്ന ആമേൻ ഒരു പാപി സുവിശേഷം കേട്ട് അവന്റെ പാപ വഴികളെ ഉപേക്ഷിച്ച് നിത്യതയ്ക്ക് വേണ്ടി അവൻ തിരിയുമ്പോൾ അവൻ വാങ്ങിച്ച് കഴിക്കുന്ന ആ മദ്യശാലയ്ക്ക് വരുമാനം കുറയും. ഹല്ലേലൂയ. അവൻ അതേ പോയിക്കൊണ്ടിരുന്ന തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സകല മേഖലകൾക്കും അവൻ മുഖാന്തരം ഉണ്ടായിരുന്ന ആ വരുമാനം കുറയും. ഇതാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ചിലരുടെ ലാഭം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് ആ ലാഭം ആമേൻ നഷ്ടപ്പെട്ടപ്പോൾ ആമേൻ നഷ്ടപ്പെട്ട ആ വ്യക്തികൾ അടങ്ങിയിരുന്നില്ല. അവർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് മർദ്ദിച്ചു. ഹല്ലേലൂയ. കഠിനമായി അടിച്ചു.
വസ്ത്രം കീറി, കൈകാലുകളിൽ ചങ്ങലയിട്ടു, അവസാനം ഏറ്റവും അകത്തെ തടവറയിൽ ആമേൻ അടച്ചു. ശ്രദ്ധിക്കണം, നല്ലത് ചെയ്തിട്ടും കഷ്ടത വരാ. ഞാൻ എൻ്റെ വീട്ടിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും, ഞാൻ എൻ്റെ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും, അല്ല ഒന്നും കൂടെ പറഞ്ഞാൽ എന്റെ ദൈവത്തിനു വേണ്ടി എന്റെ വഴിയെ അടച്ചിട്ട് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ട് അവൻ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ നിന്ന് അവൻ ഒരു ലുദിയയെ അവരുടെ കുടുംബത്തെയും അവൻ രക്ഷിക്കുവാനായിട്ട് എന്റെ സമയവും എന്റെ ആരോഗ്യവും ചെലവഴിച്ചിട്ട്, അല്ല ഭൂതത്താൽ പിടിക്കപ്പെട്ട പൈശാചികനാൽ നടത്തപ്പെട്ട അവൻ ആ അടിമ പെൺകുട്ടിയെ അവൻ വിടുവിച്ചിട്ട. ഹല്ലേലൂയ. എനിക്ക് ഈ കഷ്ടതയാണല്ലോ പ്രിയരെ, കഷ്ടത വരാം. ഇതോരോ വിശ്വാസിയും മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് പരീക്ഷകൾ ഉണ്ടാകില്ല എന്നല്ല, ചിലപ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എതിർപ്പ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട്. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ആണ് എതിർപ്പുകൾ വരുന്നത്. സ്തോത്രം. എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോ, അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് ചിലർ നിങ്ങളെ വിട്ടുപോകുന്നത്. ഹല്ലേലൂയ. അവൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട്, അവൻ സത്യവചനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട്, അവൻ സത്യ സുവിശേഷത്തിന്റെ വക്താവായത് കൊണ്ട്, അവൻ നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവനായതുകൊണ്ട്, അവൻ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എതിർപ്പ് വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ചിലർ നിങ്ങളെ വിട്ടുപോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ചില വാതിലുകൾ അടയുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഓർക്കുക, ദൈവം അനുവദിക്കുന്ന ഒരു പരീക്ഷയും വെറുതെ ആകില്ല. അർദ്ധരാത്രിയിലെ തീരുമാനം, അതേ ബൈബിൾ പറയുന്നു, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചും കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ചില വാതിലുകൾ അടയപ്പെട്ടിട്ടുണ്ട്. ചില യാത്രകൾ ക്യാൻസൽ ആയിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവർ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രതീക്ഷകളെല്ലാം കൈവിടപ്പെട്ടു. ഹല്ലേലൂയ. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇതൊക്കെയാണല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ, സ്വയം വിധിച്ചിരിക്കാതെ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ചെയ്തതുപോലെ പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും കൊണ്ടിരുന്നാൽ, ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അർദ്ധരാത്രി വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇന്നലത്തെ അർദ്ധരാത്രിയില് ആമേൻ ഒരു പറ്റം ആളുകൾ ചെയ്തതെന്താ? ആമേൻ ഞാൻ പാലക്കാട് ജില്ലയിൽ ടൗണിനടുത്ത് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് ചെറിയ ഒരു ടൗൺ ഉണ്ട്. ഇന്നലെ രാത്രി
ദൈവവചന ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞാന് ഉറങ്ങാനായി പോയത് ആമേൻ 3:30-4 മണിയായി. എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്നലെ മാത്രമല്ല. ആമേൻ ആമേൻ. ഇന്നലെ ഞാൻ ഉറങ്ങുവാനായിട്ട് ആമേൻ പോകുമ്പോൾ എന്നെ മൂത്ത മകൾ എന്നോട് ചോദിച്ചു, എന്താണ് ആ ആരഭങ്ങൾ കേൾക്കുന്നത്, ആ ഒച്ചപ്പാടും ബഹളം എന്താ കേൾക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആമേൻ അതെ നമ്മുടെ ടൗണിലെ ആമേൻ അതെ ആ എല്ലാവരും കൂടിയിരുന്ന് കളി കാണുകയാണ്. ഹല്ലേലൂയ. കുറച്ചു കഴിഞ്ഞപ്പോ ആമേൻ ശക്തമായി ആമേൻ പടക്കങ്ങൾ കൊണ്ടാൻ തുടങ്ങി. ആഹ്ലാദ പ്രകടനങ്ങൾ. കർത്താവിന് വേണ്ടി ആമേൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പിടിക്കപ്പെട്ട ആമേൻ മനുഷ്യൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആമേൻ യാത്ര തുടർന്നപ്പോൾ കൂടെ കൂടാൻ ഒരുവനുണ്ടായിരുന്നു. അവന്റെ പേര് ശീലാസ്. ആമേൻ. ദർശനപ്രകാരം നടക്കുന്നവന്റെ കൂടെ ചിലർ കൂടും കേട്ടോ. ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പൗലോസും ശീലാസും ആമേൻ യാത്ര ചെയ്ത് വരുമ്പോൾ അവരുടെ യാത്രയെ തടഞ്ഞു. അതാ നമ്മൾ 1-ാം ഭാഗത്ത് കേട്ടത്. ആമേൻ. ഇന്ന് ആമേൻ അത് കേട്ടുകൊണ്ടിരുന്ന ചില ജീവിതങ്ങളോട് പറയാം, ചില വഴികൾ അടയപ്പെട്ടു. ആമേൻ. ചില മേഖലകൾ ആമേൻ പ്രതീക്ഷിച്ചതെല്ലാം കൈവിടപ്പെട്ടു. ആമേൻ. യാത്രകൾ ക്യാൻസലായി. ആമേൻ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആമേൻ. എന്നാൽ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതുവഴികളെ തുറന്നു. ആ പുതുവഴികളിലൂടെ പോയി ദൈവഹിതപ്രകാരം ചിലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ, വേദനയുടെ പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ അവരെ അടിച്ചു, ഉപദ്രവിച്ചു, വസ്ത്രം കീറി ആമേൻ അവരെ ഹല്ലേലൂയ കൈകാലുകൾ ആപത്തിലിട്ട് പൂട്ടി. ആമേൻ. ഹല്ലേലൂയ. അകത്തെ തടവറയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ആമേൻ. ഇപ്പൊ കാലും അനക്കാൻ വയ്യ, കയ്യും അനക്കാൻ വയ്യ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പുറത്തുള്ള ആരെയും കാണാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ടെങ്കിലും ആമേൻ എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. പോകണ്ടെന്നേ. ഹല്ലേലൂയ. ആമേൻ. ഓടി നടന്ന് ആമേൻ സുവിശേഷത്തിന്റെ സന്ദേശവുമായി ആമേൻ അതെ സ്വർഗീയ വിളിക്ക് അനുസരണക്കേട് കാണിക്കാതെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ആമേൻ വഴിയെ തടഞ്ഞ് ആമേൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവം തുറന്നു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച ചില കുടുംബങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിച്ച അഭിഷക്തന്മാർ ഇപ്പോൾ കാലനക്കാൻ വയ്യ, കൈയനക്കാൻ വയ്യ, ആഗ്രഹിക്കുന്നത് പോലെ എഴുന്നേറ്റ് ഓടാൻ വയ്യ, പോകാൻ വയ്യ. ഇതാ തടവറയ്ക്കകത്ത് കിടക്കുകയാ. ഇന്ന് രാത്രി ആഗ്രഹമുണ്ടായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ തടവറയ്ക്കകത്ത് കിടക്കുന്നത് പോലെ കിടക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവരവിടെ കിടന്ന് പിറുപിറുക്കുകയല്ല ചെയ്തത്, അവിടെ കിടന്ന് സമയം കളയുകയല്ല ചെയ്തത്. എങ്ങനെയെങ്കിലും കാലനപ്പിക്കാമോ, എങ്ങനെയെങ്കിലും കൈ അനപ്പിക്കാമോ, എങ്ങനെയെങ്കിലും എഴുന്നേറ്റോടാമോ എന്നല്ല ചിന്തിച്ചത്. അവർ അർദ്ധരാത്രി ആമേൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവർ അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ചില പ്രശ്നങ്ങളിലൂടെ, ചില വേദനകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ, അടയപ്പെട്ട മേഖലകളിലൂടെ മുമ്പോട്ട് പോകുവാൻ പുതുവഴികൾ തുറന്നിട്ട് ആമേൻ അകത്തടത്ത് ആമേൻ കാരാഗ്രഹത്തിനകത്ത് കടക്കുന്നത് പോലെ ആമേൻ ഇരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറെങ്കിൽ നിന്റെ കൈകളെ പൂട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയപ്പെടൂ, നിന്റെ കാലുകളെ പൂട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയപ്പെടൂ. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നിന്റെ കാലുകൾ ചലിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഏതൊക്കെയോ വഴിയിലൂടെ സഞ്ചരിച്ചു. ആമേൻ. ഒത്തിരി പ്രതീക്ഷയോടെ പോയി. ആമേൻ. മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടി അടയപ്പെട്ടു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. നീ ദൈവം തുറന്ന വഴിയിലൂടെ ആമേൻ ചുവട് വെച്ചു. ആമേൻ. പിന്നെയും കഷ്ടതയാ, പിന്നെയും വേദനയാ, പിന്നെയും പ്രതികൂലമാ, പിന്നെയും ഒറ്റപ്പെടലാ. ഓ ശരീരമാസകലം വേദനയാ. ഓ കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല, കാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി നീ അകത്ത് പ്രാപിച്ച അഭിഷേകത്തെ ബന്ധിക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ ശരഖബബബ. ആമേ. നീ കൈയടിക്കണ്ടെന്നേ, നീ കാലിട്ട് ചലിക്കണ്ടെന്നേ. ആമേ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്താൽ ഉണർന്നിരുന്ന് ഓ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ, ആരാധിക്കുവാൻ തയ്യാറെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അർദ്ധരാത്രി വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആമേൻ. പരാതിപ്പെടുമോ? സ്തോത്രം. മനുഷ്യരെ കുറ്റപ്പെടുത്തുമോ? നിങ്ങൾ കാരണമാണ് അല്ലേ? ഇന്ന് പകലും പറഞ്ഞില്ലേ? ആമേൻ. കഴിഞ്ഞ മണിക്കൂറുകളിലും ആമേൻ നീ ചിന്തിച്ചില്ലേ? ഹല്ലേലൂയ. പരാതിപ്പെടുമോ? പൗലോസ്, ശീലാസ് പറയാ, പൗലോസേ നീ ഒറ്റ മനുഷ്യൻ കാരണമാ എനിക്ക് ഗതി വന്നത്. പൗലോസ് പറയാ, യേശുവേ നീ ഒറ്റ ഒരുത്തൻ കാരണമാ എനിക്ക് ഈ ഗതി വന്നത്. അങ്ങനെ പരാതി പറയുന്നവരായിരുന്നില്ല പൗലോസും ശീലാസും. കൂടെ ലൂക്കോസും ഉണ്ടായിരുന്നു കേട്ടോ. സ്വത്രം. വൈദ്യനായ ലൂക്കോസിന് ആമേൻ ചികിത്സ അറിയാം. പക്ഷേ പൗലോസിന്റെയും ശീലാസിന്റെയും ആമേൻ ശരീരം ബലപ്പെട്ടതും ബന്ധനം അഴിയപ്പെട്ടതും വൈദ്യനായ ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. ഇന്ന് വീട്ടിലെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ആക്കുക. പ്രൈസലോ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയോ? ആമേൻ. ഞാൻ ഒരിക്കല് ആമേൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആമേൻ ഒരു സഹോദരിയുമായി സംസാരിക്കുവാൻ അല്പസമയം കിട്ടിയപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ആമേൻ ദൈവം അറിഞ്ഞാണ് 2 പെൺമക്കളെ തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു എന്തുവാ? ആമേൻ ഇന്ന് ആമേൻ പെൺകുട്ടികൾക്ക് ഡിമാൻഡുള്ളൂ. ഞാൻ ചോദിച്ചു അതെന്താ? ആമേൻ ജർമ്മൻ ഭാഷ പഠിച്ചാൽ, ജർമ്മനി പോയാൽ അവർക്ക് പഠിക്കാം. ആമേൻ ലക്ഷങ്ങൾ പഠിക്കുമ്പോ ആമേൻ സ്റ്റൈഫൻഡ് കിട്ടും. ഹല്ലേലൂയ. ആമേൻ. ആ പെൺകുട്ടികളായാൽ BSc നേഴ്സ് പഠിച്ചാൽ ആമേൻ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് പാസ്റ്റർക്ക് ആമേൻ ഹല്ലേലൂയ ദൈവം അറിഞ്ഞ് 2 ആമേൻ പെൺകുട്ടികളെ എന്ത് ചെയ്തിരിക്കുക? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അറിഞ്ഞ് 2 പെൺകുട്ടികളെ തന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ആമേൻ പണം സമ്പാദിക്കാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഈ ലൈവ് ആമേൻ നിങ്ങൾക്ക് ആമേൻ കാണുവാൻ കഴിയുന്നെങ്കിൽ, നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടണമേ. ആമേൻ. ഞങ്ങൾക്ക് ആമേൻ ഇവിടെ ടെക്നിക്കൽ പ്രോബ്ലം ആമേൻ വന്നിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദയവായി ആരെങ്കിലും ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ ലൈവ് ആമേൻ ലഭിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്
Praise Jesus. Praise Jesus. Hallelujah. Thank you, Lord Jesus. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. വീണ്ടും കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, ആമേൻ. ചില തടസ്സങ്ങളും ചില പ്രതികൂലങ്ങളും ചില പ്രതിസന്ധികളും ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വരുന്നത് ഹല്ലേലൂയ നല്ലതിന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ആമേൻ എന്തുവാ? അത് തന്നെയാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ നാം കേട്ടുകൊണ്ടിരുന്നത് ആമേൻ പൗലോസിന്റെ യാത്രയെ തടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ആമേൻ അതേ യാത്രയെ തടഞ്ഞ് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? പുതിയൊരു വഴി തുറന്നു. സ്തോത്രം. ആ വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടും ഹല്ലേലൂയ എത്തപ്പെട്ടത്
ആമേൻ 10 മെത്തയുടെ അനുഭവത്തിലായിരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പരാതിപ്പെടുമോ? ഹല്ലേലൂയ. മനുഷ്യരെ കുറ്റപ്പെടുത്തുമോ? ആമേൻ. ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഭാര്യയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ശീലാസിനെ കുറ്റപ്പെടുത്തിയില്ല, ശീലാസ് പൗലോസിനെ കുറ്റപ്പെടുത്തിയില്ല. അവര് രണ്ടുപേരും ദൈവത്തിനെതിരെ ആമേൻ ഒന്നും ആമേൻ സംസാരിച്ചില്ല. അവര് കാല് ചലിക്കാതിരിക്കുമ്പോഴും കൈകൾ ചലിക്കാതിരിക്കുമ്പോഴും അവരുടെ മേൽ വീണ അഭിഷേകം അവരുടെ അകത്ത് കത്തിക്കൊണ്ടിരുന്നു. അവരുടെ വേദനയിലും അവരുടെ പരിമിതിക്കകത്തിരുന്നു കൊണ്ട് അർദ്ധരാത്രിയിൽ അവർ എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കാതെ അവർ സ്തുതിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. പരാതിപ്പെടുമോ? കുറ്റപ്പെടുത്തുമോ? നഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുമോ? ഹല്ലേലൂയ. അവർ സ്തുതിച്ചത് എന്തുകൊണ്ട്? പ്രിയരെ, തടവറ മാറിയത് കൊണ്ടല്ല, മുറികൾ തുറക്കപ്പെട്ടത് കൊണ്ടല്ല, മുറിവുകൾ സുഖപ്പെട്ടത് കൊണ്ടല്ല, ചങ്ങലകൾ അടിഞ്ഞ് ആമേൻ വീണത് കൊണ്ടല്ല. ദൈവം ഇപ്പോഴും സിംഹാസനത്തിലിരിക്കുന്നു എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ സാഹചര്യം മാറിയില്ല, പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അതാണ് യഥാർത്ഥ വിശ്വാസം. സ്തുതി അന്തരീക്ഷം മാറ്റും. അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഭൂകമ്പമുണ്ടായി. തടവറയുടെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറന്നു, എല്ലാ ചങ്ങലകളും അഴിഞ്ഞുപോയി. ശ്രദ്ധിക്കൂ, സ്തുതി ആദ്യം ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഹല്ലേലൂയ. പിന്നീട് അത് നമ്മുടെ സാഹചര്യങ്ങളെ സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്ന ആരുണ്ട്? സ്തുതിക്കുന്ന ആരുണ്ട്? പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ പിറുപിറുക്കാതെ കണ്ട്, കുറ്റം പറയാതെ കണ്ട്, വിമർശിക്കാതെ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ആരുണ്ട്? സാഹചര്യങ്ങളെ നോക്കാതെ, ആമേൻ, പ്രതികൂലങ്ങളെ വകവെക്കാതെ, ആമേൻ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, അതെ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കത്തക്ക വിധത്തിൽ, ആമേൻ, അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്തുതിയും, ആമേൻ, ഉയർന്നപ്പോൾ, ആമേൻ, ദൈവം അവരുടെ സാഹചര്യങ്ങളെ സ്പർശിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി, ആമേൻ, നിന്റെ സാഹചര്യം എന്തായിരുന്നാലും, നിന്റെ അവസ്ഥ എന്തായിരുന്നാലും, ഹല്ലേലൂയ, നീ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഹൃദയത്തെ, ആമേൻ, സ്പർശിക്കുന്ന, ദൈവത്തെ ചലിപ്പിക്കുന്ന, ആമേൻ, അതേ, സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിൽ നിന്ന് ഉയർന്നാൽ, ഹല്ലേലൂയ, അത് നമ്മുടെ സാഹചര്യങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. പ്രിയരെ, നിന്റെ സ്തുതി, നിന്റെ ആരാധന മറ്റുള്ളവരെ, ആമേൻ, രക്ഷിച്ചേക്കാം.
ഹല്ലേലൂയ. ആമേൻ. തടവറക്കാർ ഓടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ സ്തുതി മറ്റൊരു മനുഷ്യന്റെ രക്ഷയ്ക്ക് കാരണമായി. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറാം. നിങ്ങളുടെ സ്തുതി നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലിന് കാരണമായേക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷേ ദൈവമേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവമേ, ഞാൻ വിശ്വസിച്ചിട്ടും ആമേൻ, ഞാൻ കർത്താവിന് വേണ്ടി ആമേൻ നിന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഒരു പക്ഷേ ചോദിച്ചേക്കാം. ദൈവമക്കളെ, ദൈവം അനുവദിച്ചിട്ട് വരുന്ന കഷ്ടതയുണ്ടല്ലോ, ദൈവം അനുവദിച്ചിട്ട് വരുന്ന പ്രതികൂലങ്ങളുണ്ടല്ലോ, ദൈവം അനുവദിച്ചിട്ട് വരുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീട്ടിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാ ആമേൻ നിന്റെ തലമുറകൾക്ക് വിടുതലാ. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാ ആമേൻ നിന്റെ അയൽപക്കക്കാർക്ക് വിടുതലാ. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നീ ഇരുന്ന് ആരാധിക്കുന്നത് ആമേൻ നിന്റെ പട്ടണത്തിന് വിടുതലാ. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ ജീവിതത്തിലേക്കുള്ള ദൈവത്തിന്റെ ആമേൻ ഇടപെടലുകൾ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ തിരിച്ചറിയണം, എത്ര അർദ്ധരാത്രിയിലും ആമേൻ ഉറക്കത്തെ ആമേൻ മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ മടികൂടാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏതോ അർദ്ധരാത്രിയിലൂടെയാണോ കടന്നു പോകുന്നത്? കടബാധ്യതയുടെ അർദ്ധരാത്രിയോ, രോഗത്തിന്റെ അർദ്ധരാത്രിയോ, ഏകാന്തതയുടെ അർദ്ധരാത്രിയോ, ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്താട്ട് ആമേൻ എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ അർദ്ധരാത്രി ഏതാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബ പ്രശ്നങ്ങളുടെ അർദ്ധരാത്രിയോ, ഏകാന്തതയുടെ അർദ്ധരാത്രിയോ, കടബാധ്യതയുടെ അർദ്ധരാത്രിയോ, രോഗത്തിന്റെ അർദ്ധരാത്രിയോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വയം ഒന്ന് ശോധന ചെയ്തു. ഹല്ലേലൂയ. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ദൈവം നിങ്ങളോട് പറയുന്നു, കരയുന്നത് നിർത്തി എന്നെ സ്തുതിക്കൂ. കാരണം സ്തുതി പ്രശ്നങ്ങളെ നിഷേധിക്കുന്നതല്ല, പ്രശ്നങ്ങളെക്കാൾ വലിയവനെ ആണ് ദൈവം ആമേൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമക്കളെ, സ്തുതിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, സ്തുതി പ്രശ്നങ്ങളെ നിഷേധിക്കുന്നതല്ല, പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഓർക്കുക, അർദ്ധരാത്രി ശാശ്വതമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രഭാതം വരും. ചങ്ങലകൾ ശാശ്വതമല്ല. യേശു അവ അഴിച്ചു കളയും. അടഞ്ഞ വാതിലുകൾ
കാര്യങ്ങൾ ശാശ്വതമല്ല. ദൈവം അവ തുറക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതിനാൽ ഇന്നു മുതൽ സാഹചര്യങ്ങളെ നോക്കി ജീവിക്കരുത്. ആമേൻ. ക്രിസ്തുവിനെ നോക്കി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കാണുന്നത് അർദ്ധരാത്രിക്ക് ശേഷം ദൈവം എങ്ങനെ ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 35 മുതൽ 40 വരെയുള്ള വേദഭാഗം വായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അർദ്ധരാത്രിക്ക് ശേഷം ദൈവം ഒരുക്കുന്നത് ഒരു പുതിയ പ്രഭാതമാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 35-ാം അധ്യായം 40 വരെയുള്ള ഭാഗം. അതിന് 35-ാം വാക്യം വായിക്കാം. 16-ന്റെ 35. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ 3-ാമത്തെ ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാ. ആമേൻ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ആമേൻ. നമ്മൾ പറയാറില്ലേ, 1-ൽ പിഴച്ച 2, 2-ൽ പിഴച്ച 3. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ദൈവിക വിടുതൽ സംഭവിക്കാൻ പോകുക, അത്ഭുത സൗഖ്യം സംഭവിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഇരു കരകളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടോ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് നന്ദിയോടെ വായിച്ചാട്ടെ. 16-35. അപ്പോസ്തല പ്രവൃത്തി 16-35. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാം 3-ാം ഭാഗം ചിന്തിക്കാൻ പോകുകയാ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വേദഭാഗം. ആമേൻ. അതേ ഇലക്ട്രിസിറ്റിയുടെ ആമേൻ ബുദ്ധിമുട്ട് വന്നു, നെറ്റ് അഭാവം വന്നു. അതുകൊണ്ട് ആമേൻ പലർക്കും ലൈവ് കിട്ടാതായി. വീണ്ടും ആമേൻ അത് റീകണക്ട് ചെയ്തിരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ ഫേസ്ബുക്കിലോ ആമേൻ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ ആമേൻ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറാൻ പറ്റും. ആമേൻ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹല്ലേലൂയ. 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 ആമേൻ. നേരം പുലർന്നപ്പോൾ അധിപതികൾ കൊല്ലക്കാരെ അയച്ചു, ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. കാരാഗൃഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളെ അയച്ചിരിക്കുന്നു. ആകയാൽ സമാധാനത്തോടെ പോകുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ. നിങ്ങൾ ഈ 16-ാം അധ്യായം ആമേൻ നിങ്ങൾ വായിക്കണം. ആമേൻ. പറ്റുമെങ്കിൽ അത് മുഴുവൻ വായിച്ചിട്ടേ കിടക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ ഈ അധ്യായം മുഴുവൻ ഒന്ന് വായിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. 3-ാമത്തെ ഭാഗം 16-ന്റെ 35 മുതൽ 40 വരെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസും സീലാസും സ്തുതിച്ചപ്പോൾ ഭൂകമ്പം വന്നു. ഹല്ലേലൂയ. വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അത്ഭുതം അവിടെ അവസാനിച്ചില്ല. നമ്മൾ വിചാരിക്കും സ്തുതിച്ചപ്പോ ആമേൻ ചങ്ങല ആമേൻ വീണതും ചങ്ങല അഴിഞ്ഞതും ഭൂകമ്പം ഉണ്ടായതും ഇതാ അത്ഭുതമാണ്. ഹല്ലേലൂയ. അല്ലെ, നമ്മൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നാൽ പിന്നെ നമ്മള് ഹൈലൈറ്റ് ആക്കിക്കൊണ്ട് നടക്കും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഹല്ലേലൂയ. ചങ്ങല വീണത്. ആമേൻ. ഞാൻ ഉപവസിച്ചിട്ടാണ് ആമേൻ ഇത് സംഭവിച്ചത്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രി പ്രാർത്ഥിച്ചപ്പോ സ്തുതിച്ചപ്പോ സംഭവിച്ചത് എന്താണെന്നറിയോ?
ആമേൻ ചങ്ങല അഴിഞ്ഞു. ആമേൻ വാതിലുകൾ തുറന്നു. ഭൂകമ്പം വന്നു. ഇതെല്ലാം അത്ഭുതങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്നതാണെങ്കിലും ആമേൻ ഇതൊന്നും ആയിരുന്നില്ല വലിയ അത്ഭുതം. അത്ഭുതം എന്തായിരുന്നു അറിയണ്ടേ? ഹല്ലേലൂയ. ആമേൻ. അത്ഭുതം അവിടെ അവസാനിച്ചില്ല. ദൈവം അവരെ തടവറയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് മാത്രമല്ല, ഹല്ലേലൂയ, അവരുടെ ബഹുമാനവും പുനഃസ്ഥാപിച്ചു. ദൈവം വിടുവിക്കുക മാത്രമല്ല ഉയർത്തുകയും ചെയ്യുന്നു. ആമേൻ. കേവലം രോഗസൗഖ്യം മാത്രം നൽകി വിട്ടയക്കുകയല്ല, കേവലം കടഭാരം മാത്രം ആമേൻ തീർത്ത് വിടുകയല്ല. ആമേൻ. ദമസ്കോസിൽ വെച്ച് കപ്പൽ പ്രമാണിയുടെ മകൻ യേശുവിനെ അടുത്തറിയുവാൻ ഇടയായത് കേവലം കയ്യിൽ നിന്ന് ചങ്ങല അടിഞ്ഞു വീണു എന്ന് പറഞ്ഞ് നടക്കാനല്ല. ആമേൻ. കാരാഗ്രഹത്തിനകത്ത് ഞങ്ങൾ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായി എന്ന് പറയാനല്ല. ആമേൻ. അടയപ്പെട്ട വാതിലുകൾ തുറന്നു എന്ന് പറയാനല്ല. ഹല്ലേലൂയ. ആമേൻ. അവർക്കൊരു മാന്യതയുണ്ട്. ഹല്ലേലൂയ. അവർക്കൊരു ഉയർച്ചയുണ്ട്. ആ നിലവാരത്തിലേക്ക് ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ അടുത്ത ദിവസം അധികാരികൾ പറഞ്ഞു അവരെ വിട്ടയക്കൂ. പ്രൈസ് ദി ലോർഡ്. അവരെ വിട്ടയക്കൂ. പക്ഷെ പൗലോസ് പറഞ്ഞു പരസ്യമായി ഞങ്ങളെ അടിക്കുകയും വിചാരണ കൂടാതെ തടവിലാക്കുകയും ചെയ്തവർ ഇപ്പോൾ രഹസ്യമായി പറഞ്ഞയക്കാൻ പാടില്ല. ഓ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആളുകൾ കാണെ ഞങ്ങളെ അടിക്കുകയും ഞങ്ങളെ ആക്ഷേപിക്കുകയും ഞങ്ങളെ ആമേൻ തടവിലാക്കുകയും ചെയ്തിട്ട് ആരും അറിയാതെ ഞങ്ങളെ തുറന്നു വിടാൻ ഒക്കത്തില്ല. വിചാരണ കൂടാതെ തടവിലാക്കുകയും ചെയ്തവർ ഇപ്പോൾ രഹസ്യമായി പറഞ്ഞയക്കാൻ പാടില്ല. ഇത് പ്രതികാരത്തിന്റെ ഭാഷയല്ല, ഇത് സത്യത്തിന്റെ ഭാഷയാണ്. ഹല്ലേലൂയ. അവസാനം അതേ അധികാരികൾ വന്ന് ആദരവോടെ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കൂ, ഇന്നലെ അപമാനിക്കപ്പെട്ടവർ ഇന്ന് ആദരിക്കപ്പെടുന്നു. നീ എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? നീ എവിടെയെങ്കിലും കർത്താവിന് വേണ്ടി പരസ്യമായി നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? ആളുകൾ കാണെ നിന്നെ അവഗണിച്ചിട്ടുണ്ടോ? ആമേൻ. നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? നിന്നെ നിന്ദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി പറയുന്നു, ഒരാദരവിന്റെ സമയം വരുന്നുണ്ട്. ആദരിക്കപ്പെടുന്ന ഒരു സമയം നിന്റെ ജീവിതത്തിൽ വരികയാണ്. ഇന്നലെ ചങ്ങലയിലായിരുന്നവർ ഇന്ന് സ്വതന്ത്രമായി നടക്കപ്പെടുന്നു. ഇന്നലെ അപമാനിക്കപ്പെട്ടവർ ഇന്നിതാ ആദരിക്കപ്പെടുന്നു. ഇന്ന് രാത്രി ചിലരെ നോക്കി സ്വർഗം പറയുന്നു, ആദരിക്കപ്പെടുന്ന സമയമായി. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്നവർ ഇന്നിതാ സ്വതന്ത്രരായി നടക്കുന്നു. ആമേൻ. സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ കഴിയാതെ ചങ്ങലകൾ കൊണ്ട് പൂട്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്ന ചില ജീവിതങ്ങള് ഇന്ന് രാത്രി സ്വതന്ത്രമായി നടക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആരാണ് സ്വതന്ത്രരായത്? ആമേൻ. ആരുടെ കയ്യിലെ ചങ്ങലയാണ് അടിഞ്ഞു വീണത്? കുറ്റം പറഞ്ഞവരുടെ അല്ല. ഹല്ലേലൂയ. വിമർശിച്ചവരുടെ അല്ല. ഹല്ലേലൂയ. ആമേൻ. സാഹചര്യങ്ങളെ പഴി പറഞ്ഞിരുന്നവരെ അല്ല. ആമേൻ. സാഹചര്യങ്ങൾ ആമേൻ പ്രതികൂലമായിട്ടും ആമേൻ പുറത്തേക്ക് പോകുവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിട്ട് ആമേൻ കുറ്റം പറയത്തക്ക വിധത്തിലുള്ള പ്രതികൂലത്തിന്റെ അകത്തൂടെ പോയിട്ട് ആമേൻ
അവർ അവരുടെ നാവിനെ വിട്ടുകൊടുക്കാതെ അവർ അകത്ത് പ്രാപിച്ച ആത്മാവിന്റെ നിയോഗത്തോടെ അർദ്ധരാത്രി ആമേൻ സമയം നഷ്ടപ്പെടുത്താതെ അവർ ഉണർന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട്, അവർ ഉണർന്ന് സ്തുതിച്ചതുകൊണ്ട് ആ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവരുടെ സ്തുതി ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ആ ദൈവത്തിന്റെ ഹൃദയം അവരുടെ സാഹചര്യത്തെ സ്പർശിച്ചു. നിന്റെ വിഷയത്തെ ദൈവം തൊടണോ? നിന്റെ സാഹചര്യത്തെ ദൈവം തൊടണോ? ദൈവത്തിന്റെ ഹൃദയം നിന്റെ വിഷയത്തെ സ്പർശിക്കണമോ? സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോഴും കുറ്റപ്പെടുത്തുന്നവർ നിനക്ക് ചുറ്റമുള്ളപ്പോഴും നിന്റേതല്ലാത്ത കാരണത്തെ നിന്നെ വിധിച്ച് പഠിക്കുമ്പോഴും നീ പ്രാപിച്ച അഭിഷേകം ചോർന്നു പോകുവാൻ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാതെ നീ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ഹൃദയം നിന്റെ വിഷയത്തെ തൊടു, നിന്റെ സാഹചര്യത്തെ തൊടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ അപമാനിക്കപ്പെട്ടവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രതികാരത്തിന്റെ ഭാഷയല്ല, ഇത് സത്യത്തിന്റെ ഭാഷയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്താണ്? വിചാരണ കൂടാതെ തടവിലാക്കുകയോ പരസ്യമായി ഞങ്ങളെ അടിക്കുകയും ചെയ്തവർ, ഇന്നലെ ഞങ്ങളെ പരസ്യമായി അടിച്ചവർ, ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഇന്നലെ പരസ്യമായി നിങ്ങളെ വേദനിപ്പിച്ചവർ, ഇന്നലെ പരസ്യമായി നിങ്ങളെ ആക്ഷേപിച്ചവർ, ഇന്നലെ പരസ്യമായി നിങ്ങളെ അടിച്ചവർ, വിചാരണ കൂടാതെ തടവിലാക്കുകയും ചെയ്തവർ ഇപ്പോൾ രഹസ്യമായി പറഞ്ഞയക്കാൻ പാടില്ല. ഇത് പ്രതികാരത്തിന്റെ ഭാഷയല്ല കേട്ടോ, ഇത് സത്യത്തിന്റെ ഭാഷയാ. അവസാനം അതേ അധികാരികൾ വന്ന് ആദരവോട് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കൂ, ഇന്നലെ അപമാനിക്കപ്പെട്ടവർ ഇന്ന് ആദരിക്കപ്പെടുന്നു. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലകളിൽ അപമാനിക്കപ്പെട്ട ചിലര് ആമേൻ ദൈവത്താൽ അതേ ആദരിക്കപ്പെടുവാൻ പോകുകയാ. ആമേൻ. ഒരു ഹാമാൻ മോർദെഖായിക്ക് വേണ്ടി കഴുമരം ഒരുക്കി ആമേൻ നോക്കിയിരുന്നു. ആമാൻ അതെ ആമേൻ മോർദെഖായി തൂക്കിലേറുന്നത് കാണുവാൻ നോക്കിയിരുന്നു. എന്നാൽ സമയമായപ്പോ ഹാമാൻ ഒരുക്കിയ ആ കഴുമരത്തിൽ അവൻ തൂക്കപ്പെട്ടു. ആമേൻ. മോർദെഖായി മാനിക്കപ്പെട്ടതുപോലെ ഇതാ ഇന്നലെ അപമാനിക്കപ്പെട്ടവർ ഇന്ന് ആദരിക്കപ്പെടുന്നു. ഇന്നലെ ചങ്ങലയിലായിരുന്നവർ ഇന്ന് സ്വതന്ത്രരായി നടക്കുന്നു. ആമേൻ. ആ ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന രാത്രിയാ. ദൈവത്തെ പിശുക്ക് കൂടാതെ സ്തുതിക്കാൻ, ദൈവത്തെ പിശുക്ക് കൂടാതെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ആരും തയ്യാറാകും. നിന്റെ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കത്തില്ല. ആമേൻ. നിന്നെ ഉപദ്രവിക്കുന്നുണ്ടാകാം, നിന്നെ കരയിപ്പിക്കുന്നവരുണ്ടാകാം, നിന്നെ വെല്ലുവിളിപ്പിക്കുന്നവരുണ്ടാകാം. അതൊന്നും നീ കാര്യമാക്കാതെ കാര്യം പരമേൽപ്പിക്കേണ്ടവന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ച അർദ്ധരാത്രിയിൽ ഉണർന്നെന്ന് കരയുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? സ്വർഗത്തിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന അവൻ പ്രാർത്ഥന നിന്നിൽ നിന്ന് ഉയർന്ന നിന്റെ സാഹചര്യം എന്തായാലും ദൈവത്തിന്റെ ഹൃദയം ആ സാഹചര്യത്തെ തൊടും. ഇന്ന് രാത്രി അവൻ ചിലരുടെ വിഷയത്തിന്മേൽ എന്റെ ദൈവം തൊടുന്ന രാത്രിയാ. അവൻ ദൈവത്തിന്റെ സമയം ഒരിക്കലും തെറ്റില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? ഇന്ന് രാത്രിയിലും ആരൊക്കെയോ ചോദിക്കുന്നു, എന്തുകൊണ്ട് വൈകുന്നു കർത്താവേ? എന്തുകൊണ്ട് വൈകുന്നു കർത്താവേ? എന്തുകൊണ്ട് കച്ചട മാറുന്നില്ല? എന്തുകൊണ്ട് പ്രതികൂലം മാറുന്നില്ല? എന്തുകൊണ്ട് പ്രതിസന്ധി മാറുന്നില്ല? ദൈവം ഒരിക്കലും വൈകുന്നില്ല. അവൻ ശരിയായ സമയത്ത് അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് 4 ദിവസം അവൻ കാത്തിരുന്ന ദൈവം. ശ്രദ്ധിക്കണം. അവൻ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് 4 ദിവസം അവൻ കാത്തിരുന്ന ദൈവം. ഹല്ലേലൂയ.
തടവറയിൽ നിന്ന് അർദ്ധരാത്രി വരെ കാത്തിരുന്ന ദൈവം. സ്വത്രം. എന്താ ഒരു 4:15 വിടുവിക്കാന്? എന്താ ഒരു 5:30 അവൻ ഡോറ് തുറക്കാന്? എന്താ അവൻ ആ 10 മണിക്ക് കയ്യിലെ ചങ്ങല അടിഞ്ഞു വീഴാന്? ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ശരിയായ സമയത്ത് പ്രവർത്തിക്കും. ആമേൻ. തടവറയിൽ നിന്ന് പൗലോസ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? സഭയിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. തടവറയിൽ നിന്ന് പൗലോസും ശീലാസും നേരെ സഭയിലേക്കാണ് പോയത്. ഹല്ലേലൂയ. സുവിശേഷ ഘോഷണ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആമേൻ ഹല്ലേലൂയ പൗലോസിനെയും ശീലാസിനെയും പരിശുദ്ധാത്മാവ് വഴിയിൽ ഇറങ്ങി നിന്ന് തടഞ്ഞിട്ട് അവരെ ആമേൻ ആ പുഴയോരത്തിരിക്കുന്ന ആ ലുദിയയുടെ ഹൃദയം തുറക്കാൻ വേണ്ടി തിരിച്ചുവിട്ട് ആമേൻ അവിടെ ചെന്ന് ലുദിയയുടെ ഹൃദയം തുറന്ന് വചനം കേട്ട് ആമേൻ അവളും കുടുംബവും രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ. അപ്പോ ഒരു ബാല്യക്കാരി പെൺകുട്ടി വെളിച്ചപ്പാടത്തുകാരി ആമേൻ പലർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നവള് ആമേൻ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ കഴിഞ്ഞപ്പോ സംഭവിച്ചത് അടിയാണ്, ഇടിയാണ്, ആമേൻ പടിയാണ്, കുഷിയാണ്. ആമേൻ വസ്ത്രം ഉരിഞ്ഞ് കീറി ദേഹമാസകലം അടികൊണ്ട വേദന. അവരെ കൈകാലുകൾ ചങ്ങലക്കകത്തിട്ട് തടവറയ്ക്കകത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി നിന്ന ഏൽക്കുന്നവർ, ദൈവത്തിന് വേണ്ടി നല്ലതിനു വേണ്ടി നിന്നിട്ട് അപമാനമേൽക്കുന്നവർ, പരിഹാസമേൽക്കുന്നവർ അങ്ങനെ തീരുമെന്ന് ചിന്തിക്കരുത്. ആമേൻ. ഒരു ആദരവുണ്ട് കേട്ടോ. ആമേൻ. ഒരു ഉയർച്ചയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന വഴിയാണ്. ആമേൻ. നമുക്കറിയാം യോസേഫിനെ ഉയർത്തിക്കൊണ്ടുവന്ന വഴി. ആ വഴിയല്ല പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിലൂടെ ആമേൻ കടന്നുപോയ വഴി. പ്രിയരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തകർച്ചയുടെ വഴിയല്ല, അത് ഉയർച്ചയുടെ വഴിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവർ വിശ്വാസികളെ കണ്ടു, അവരെ പ്രോത്സാഹിപ്പിച്ചു, പിന്നീട് യാത്ര തുടർന്നു. ഒരു വലിയ സത്യം ഇവിടെ നമുക്ക് കാണാം. ദൈവം നിന്നെ വിടുവിക്കുന്നതാ നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനുമാണ്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ ശോധന ചെയ്യും? ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നിങ്ങളൊരു തടവറയിലായിരിക്കാം. ഭയത്തിന്റെ തടവറ, പാപത്തിന്റെ തടവറ, വിഷാദത്തിന്റെ തടവറ, കടബാധ്യതയുടെ തടവറ, രോഗത്തിന്റെ തടവറ. ഈ രാത്രിയിൽ യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എത്ര പേർക്ക് അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഓ, അവൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിടുതൽ വേണമോ? അവന്റെ അടുക്കലേക്ക് വരൂ, അവൻ നിങ്ങളുടെ ചങ്ങലകൾ അഴിക്കും. അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രഭാതം ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ അവസാന വാക്ക് ആമേൻ ഇരുളിനുള്ളതല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രഭാതം
Hallelujah. നന്ദി കർത്താവേ. Hallelujah. Thank you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Thank you, Lord Jesus. Praise you, Jesus. Hallelujah. 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 Thank you, Lord Jesus. Praise the Lord. Hallelujah. 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 Amen. Hallelujah. ദയവായി ഈ ലൈവ് നിങ്ങൾക്ക് Hallelujah.
ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ശരഗബബബ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റകബലഗദരഗദനഗസ്. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, ആമേൻ, അതിന്റെ നടുവിലും ഇറങ്ങി വന്ന് നമ്മെ വിട്ടുവയ്ക്കുന്ന ദൈവമുണ്ട്. ആമേൻ, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, അതെ, നിങ്ങൾക്കൊരു തടവറ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഭയത്തിന്റെ തടവ്, പാപത്തിന്റെ തടവ്. ഒരുപക്ഷേ ആമേൻ, നിങ്ങളൊരു തടവറയിലായിരിക്കും. അത് ഭയത്തിന്റെ തടവറയായിരിക്കും, അത് പാപത്തിന്റെ തടവറയായിരിക്കും, അത് വിഷാദത്തിന്റെ തടവറയായിരിക്കും, കടബാധ്യതയുടെ തടവറയായിരിക്കും, രോഗത്തിന്റെ തടവറയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുമ്പിൽ ആമേൻ പ്രത്യക്ഷപ്പെട്ട എല്ലാ തടവറയ്ക്കകത്ത് നിന്നും നമ്മെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അവൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിടുതൽ വേണമോ? അവന്റെ അടുക്കിലേക്ക് വരിക. അവൻ നിങ്ങളുടെ ചങ്ങലകൾ അഴിക്കും. അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രഭാതം ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ അവസാന വാക്ക് ഹല്ലേലൂയ, ആമേൻ, ഇരുളിനുള്ളതല്ല. അവസാന വാക്ക് കണ്ണുനീരിനുള്ളതല്ല. അവസാന വാക്ക് അതെ പരാജയത്തിനുള്ളതല്ല. അവസാന വാക്ക് യേശു ക്രിസ്തുവിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞാൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞാൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇടപെട്ടാൽ നിങ്ങളുടെ കണ്ണുനീര് അവൻ തുടയ്ക്കപ്പെടും. നിങ്ങളുടെ വിലാപങ്ങൾ നൃത്തമാക്കപ്പെടും. അവൻ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഇടയിൽ അവൻ അതേ തടസ്സങ്ങൾ കടന്നു വരുമ്പോൾ അവൻ നാം മനസ്സിലാക്കണം, അവൻ ഈ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങളിൽ അവൻ ദൈവിക വിടുതൽ സംഭവിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ടാണ് അവൻ ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതിനെ അതിജീവിച്ചുകൊണ്ട് അവൻ നാം മുന്നോട്ട് പോകുവാൻ ഇടയാകുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ജീവിതങ്ങളിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവസാന വാക്ക് പരാജയത്തിനുള്ളതല്ല. അവസാന വാക്ക് ആമേൻ യേശു ക്രിസ്തുവിനാണ്. അവൻ പറഞ്ഞാൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞാൽ ചങ്ങലകൾ പൊട്ടും. അവൻ പറഞ്ഞാൽ മരിച്ച പ്രത്യാശകൾ ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചില ജീവിതങ്ങൾ ആമേൻ പ്രത്യാശയുള്ള ജീവിതങ്ങളായി ഉയർത്തപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ഈ കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുകയാ. ആമേൻ. ചങ്ങലകൾ പൊട്ടുകയാ. ആമേൻ. അതേ മരിച്ച പ്രത്യാശകൾ ജീവൻ വെക്കുകയാ. പ്രിയ സഹോദര, ആമേൻ, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞേ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ അഭിഷക്തനെ, തടവറക്കാരൻ ചോദിച്ച അതേ ചോദ്യം ഇന്ന് നിങ്ങൾക്കും ചോദിക്കാം. ഹല്ലേലൂയ.
രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം ഇന്നും അത് തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം യേശുവാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളെ രക്ഷിക്കും. ആമേൻ. നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അടഞ്ഞ വാതിലുകൾ ദൈവത്തിന്റെ അവസാന വാക്കല്ല. അർദ്ധരാത്രി ജീവിതത്തിന്റെ അവസാന അധ്യായമല്ല. ആമേൻ. സ്തുതിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ആമേൻ. നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറും. നിങ്ങളുടെ ആമേൻ ചങ്ങലകൾ പൊട്ടിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം ഉദിക്കും. കാരണം യേശു ക്രിസ്തു ഇന്നും അർദ്ധരാത്രിയെ പ്രഭാതമാക്കി മാറ്റും. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രഭാതമാക്കി മാറ്റുന്ന ആമേൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുന്നു. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ പ്രിയ സഹോദരനെയും സഹോദരിയെയും, ഓരോ മാതാപിതാക്കളെയും, ഓരോ കുഞ്ഞുങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അർദ്ധരാത്രിയിൽ തടവറയിൽ പൗലോസിന്റെയും ശീലാസിന്റെയും സ്തുതി കേട്ടതുപോലെ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കണമേ. പാപഭാരത്താൽ തളർന്നിരിക്കുന്നവരെ അങ്ങയുടെ കരുണയാൽ സ്പർശിക്കണമേ. കുറ്റബോധത്തിൽ കഴിയുന്നവർ യേശു ക്രിസ്തുവിന്റെ ക്ഷമയുടെ സമാധാനം അനുഭവിക്കട്ടെ. ഇന്ന് ആത്മാർത്ഥമായി മനസാന്തരപ്പെടുന്ന ഓരോ ഹൃദയവും അങ്ങ് സ്വീകരിക്കണം. കർത്താവേ, ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചു കളയണമേ. നിരാശയുടെ ചങ്ങലകൾ പൊട്ടിച്ചു കളയണമേ. അവിശ്വാസത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചു കളയണമേ. അശുദ്ധ ബന്ധങ്ങളിൽ കഴിയുന്നവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിടുവിക്കണമേ. രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സൗഖ്യ ഹസ്തം വരട്ടെ. ക്ഷീണിച്ച ശരീരങ്ങൾക്ക് ബലം നൽകണമേ. തകർന്ന മനസ്സുകൾക്ക് സമാധാനം നൽകണമേ. ഓ, കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകലച്ചകൾ മാറട്ടെ. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവരണമേ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്നവർക്ക് പുതിയ വഴികൾ തുറക്കണമേ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കണമേ. ഇന്ന് രാത്രി ഓരോ വീട്ടിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. പ്രാർത്ഥന മരിച്ചുപോയ വീടുകളിൽ വീണ്ടും പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കട്ടെ. വചനത്തോടുള്ള ദാഹം വർദ്ധിക്കട്ടെ. യുവതരങ്ങളിൽ വിശുദ്ധിയുടെ തീ പടരട്ടെ. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ ദൈവഹിതപ്രകാരം തുറക്കപ്പെടും. വിശ്വസിക്കുന്നവർ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. വർഷങ്ങളായി ബന്ധിച്ചിരുന്ന ചില ചങ്ങലകൾ ഇന്ന് പൊട്ടിപ്പോകും. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ സമാധാനം മടങ്ങി വരും. ചില കണ്ണുനീർ സാക്ഷ്യമായി മാറും. ചിലർ ഇന്ന് യഥാർത്ഥ മാനസാന്തരം അനുഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് അനേകരെ പുതുക്കുകയും നിറയ്ക്കുകയും ചെയ്യും. കർത്താവേ, ഈ രാത്രി ഈ സന്ദേശം കേട്ട ഒരാളും പഴയ മനുഷ്യരായി മടങ്ങരുത്. അങ്ങയുടെ കൃപയിൽ പുതിയ ജീവിതം ആരംഭിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം
അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണം. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസിനും വേണ്ടി തടവറയുടെ വാതിലുകൾ തുറന്ന അതേ ദൈവം നിങ്ങളുടെയും ജീവിതത്തിലും പ്രവർത്തിച്ചു തുടങ്ങും. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവഹിതപ്രകാരം തുറക്കപ്പെടട്ടെ. വർഷങ്ങളായി നിങ്ങളെ ബന്ധിച്ചിരുന്ന ഭയത്തിന്റെയും നിരാശയുടെയും ചങ്ങലകൾ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ സ്വതന്ത്രരാകട്ടെ. തകർന്ന കുടുംബങ്ങളിൽ വീണ്ടും സ്നേഹവും സമാധാനവും നിറയട്ടെ. രോഗത്താൽ വേദനിക്കുന്നവരുടെ ശരീരങ്ങളിൽ കർത്താവിന്റെ ആ സൗഖ്യത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സന്താനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ ദൈവം ഓർക്കട്ടെ. ആത്മീയമായി തണുത്തുപോയവർ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജ്വലിക്കട്ടെ. ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഈ ആഴ്ച ചിലർ പ്രതീക്ഷിക്കാത്ത സന്തോഷ വാർത്ത കേൾക്കും. ഒരമ്മൻ പറഞ്ഞാട്ടെ, ഈ ആഴ്ചയിൽ ചിലർ പ്രതീക്ഷിക്കാത്ത സന്തോഷ വാർത്ത കേൾക്കും. ആമേൻ. ചിലരുടെ ജീവിതത്തിലെ ദീർഘകാല തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും. ഹല്ലേലൂയ. ചിലരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകി തുടങ്ങും. ആമേൻ. ചിലരുടെ വീടുകളിൽ വീണ്ടും കുടുംബ പ്രാർത്ഥന ആരംഭിക്കും. ഹല്ലേലൂയ. ചിലർ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർമ്മിക്കുക, അർദ്ധരാത്രി അവസാന വാക്ക് അല്ലേ അല്ല. അവൻ യേശു ക്രിസ്തുവാണ് അവസാന വാക്ക്. ആമേൻ, ഹല്ലേലൂയ. അവൻ വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവില്ല. അവൻ ചങ്ങല അഴിച്ചാൽ ആർക്കും വീണ്ടും ബന്ധിക്കാനാവില്ല. അവൻ ജീവൻ നൽകിയാൽ ആർക്കും അത് എടുത്ത് കളയാനാവില്ല. വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. കർത്താവ് നിങ്ങൾക്ക് മുമ്പായി പോകുന്നു. ഹല്ലേലൂയ. എല്ലാ മഹത്വവും യേശു കർത്താവിന്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, മാറാനാഥ, എബെനെസറായി ദൈവം കൂടെയിരിക്കും. അർദ്ധരാത്രിയിലും സ്തുതിച്ചിടും ആശ്രയമെൻ യേശുവേ. കണ്ണുനീരിലും പാടിടും ഞാൻ കൈവിടാത്ത നാഥനെ. ചങ്ങലകൾ നീ പൊട്ടിച്ചിടും, അടഞ്ഞ വാതിൽ തുറന്നിടും. പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എൻ ഹൃദയം നിറച്ചിടാ. യേശുവേ നീ എൻ വെളിച്ചം, ഇരുളെല്ലാം നീക്കിടുമേ. നിൻ കൃപ മതി എൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതി എൻ യാത്രയിൽ. സ്തുതി ഉയർത്തും
സ്തുതിച്ചിടും ആശ്രയമെൻ യേശുവേ, കണ്ണുനീരിലും പാടിടും ഞാൻ കൈവിടാത്ത നാഥനെ. ചങ്ങലകൾ നീ പൊട്ടിച്ചിടും, അടഞ്ഞ വാതിൽ തുറന്നിടും. പരിശുദ്ധാത്മാവേ ഇറങ്ങി വായൻ ഹൃദയം നിറച്ചിടാ. യേശുവേ നീയേ എൻ വെളിച്ചം, ഇരുളെല്ലാം നീക്കിടുമേ. നിൻ കൃപമതിയൻ ജീവിതത്തിൽ, നിൻ സ്നേഹം മതിയൻ യാത്രയിൽ. സ്തുതിയുയർത്തും സർവകാലം, മഹത്വമെല്ലാം നിനക്കെന്നും. മതി